ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് എക്ഡിസോസോയയും ലോഫോട്രോക്കോസോവയെ കുറിച്ചും പഠിക്കാം. എക്ഡിസോസോവ എന്ന് പറയുന്നത് മോണോഫൈലറ്റിക് ടാക്സോൺ ഓഫ് മോസ്റ്റ്ലി മോൾട്ടിംഗ് പ്രോട്ടോസോംസ് ഹൂസ് മെമ്പേഴ്സ് പീരിയോഡിക്കലി റിമൂവ് ആൻഡ് റിന്യൂ ദെയർ എക്സോസ്കെൽറ്റൻ ബൈ ദ പ്രോസസ് ഓഫ് എക്ഡിസിസ് ഓർ മോൾട്ടിംഗ്. എക്ഡിസോസ കംപ്രൈസ് ചെയ്യുന്നത് കേറ്റോഗ്നാത്ത, ഓണിക്കോഫോറ, ടർഡിഗ്രാഡ, ആർത്രോപോഡ, ഗാസ്ട്രോട്രിക്ക, നെമറ്റഡ, നെമറ്റോമോഫ, പ്രയാപുലിഡ, കൈനോറിൻക ആൻഡ് ലോർസിഫെറ ആണ്. ഇനി ലോഫോട്രോക്കോസോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ദ ഗ്രൂപ്പ് ഓഫ് നോൺ മോൾട്ടിംഗ് പ്രോട്ടോസോംസ്. അവർ നോൺ മോൾട്ടിംഗ് ആയിട്ടുള്ള പ്രോട്ടോസോംസ് ആണ്. ഇവർ രണ്ടും പ്രോട്ടോസോംസ് ആണ്. ഇത് നോൺ മോൾട്ടിങ്ങും എക്ഡിസോസോവ എന്ന് പറയുന്നത് മോൾട്ടിംഗ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോഫോട്രോക്കോസോവയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോഫോഫൊറേറ്റ്സ് ആണ്. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ബ്രാക്കിയോപോഡ, ഫൊറോണിഡ, ബ്രയോസോവ, നെമേർഷ്യ, മൊളുസ്ക, ആനലിഡ, എക്യൂറ, പ്ലാറ്റിഹെൽമിന്തസ്, റോട്ടിഫെറ, എക്കാന്തോസെഫാല എക്സെട്ര. ഇനി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എനിമൽസിലുള്ള ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ട് പറയാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എനിമൽസ്. അതിൽ കാണപ്പെടുന്ന പല പല മേഖലകൾ കാണുന്നുണ്ട്. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് എനിമൽസ് ആർ എക്സ്ട്രീംലി ഡൈവേഴ്സ്. പലതും വളരെ ഡൈവേഴ്സാണ്, എക്സ്ട്രീമായിട്ട് ഡൈവേഴ്സാണ്. ഇൻ സം ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ദിസ് ഡൈവേഴ്സിറ്റി മേ ബി എയ്തർ ഡ്യൂ ടു എവല്യൂഷണറി ചേഞ്ച് വഴിയാവാം ഈ ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡൈവേർജൻസ് ഓർ അഡാപ്റ്റീവ് മോഡിഫിക്കേഷൻ വഴിയാവാം ഈ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനത്തെയൊക്കെയാണെന്ന് നോക്കാം. ബോഡി പ്ലാൻ വരുന്നുണ്ട്, ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്, ജേം ലെയേഴ്സ് വരുന്നുണ്ട്, സിമ്മട്രി വരുന്നുണ്ട്, ആക്സിയേറ്റ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്, സെഫലൈസേഷൻ വരുന്നുണ്ട്, മെറ്റാമറിസം വരുന്നുണ്ട്, സീലോമിക് ബോഡി കാവിറ്റി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഡൈവേഴ്സിറ്റീസ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ബോഡി പ്ലാൻ ആണ്. ബോഡി പ്ലാൻ എന്ന് പറയുമ്പോൾ 4 തരത്തിൽ കാണുന്നു. ഫണ്ടമെൻ്റൽ പ്ലാൻസ് ഓഫ് എനിമൽസ് ഓർഗനൈസേഷൻ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, നെയിംലി സെൽ അഗ്രിഗേഷൻ പ്ലാൻ, ബ്ലൈൻഡ് സാക്ക് പ്ലാൻ, ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ. ഓക്കെ, 4 അല്ല 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോഡി ഓഫ് എവറി അനിമൽ ഇസ് ബിൽറ്റ് ഓൺ എ ബേസിക് പ്ലാൻ. എല്ലാ അനിമലിൻ്റെയും ബോഡി ഒരു ബേസിക് പ്ലാനോട് കൂടിയിട്ടാണ് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 3 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽ അഗ്രിഗേറ്റും ബ്ലൈൻഡ് സാക്കും ട്യൂബ് വിത്തിൻ എ ട്യൂബുമാണ്. സെൽ അഗ്രിഗേറ്റിനെ കുറിച്ച് നോക്കാം. അഗ്രിഗേറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. മീസോസോവൻസിലും പാരസോവൻസിലാണ് ഇത് കാണുന്നത്. ഈ കേസിൽ ബോഡി എന്ന് പറയുന്നത് ലൂസ് അഗ്രിഗേഷൻ ഓഫ് സെൽസ് ആണ്. അതിൽ ടിഷ്യൂസോ ഓർഗൻ സിസ്റ്റംസോ ഒന്നും പ്രസൻ്റ് അല്ല. കുറച്ച് സെൽസ് മാത്രം, അതും ലൂസായിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് കിടക്കുന്ന സെൽസ് മാത്രമാണ് ഈ ഒരു ടൈപ്പിൽ പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് നെർവസ് കോർഡിനേഷൻ എമംഗ് സെൽസ് ആർ ഓൾസോ ആബ്സെൻറ്റ്. നെർവസ് കോർഡിനേഷനോ ഡിവിഷൻ ഓഫ് ലേബറോ ഒന്നും തന്നെ അതിൽ കാണപ്പെടുന്നില്ല. ഇനി ബ്ലൈൻഡ് സാക്ക് പ്ലാൻ എന്ന് പറയുമ്പോൾ നിഡേറിയയിലും ടിനോഫോറയിലും അതേപോലെ തന്നെ അസിലോമേറ്റ് ബൈലേറ്റേറിയ, പ്ലാറ്റിഹെൽമിന്തസും നെമേർഷ്യ പോലുള്ള അസിലോമേറ്റ് ബൈലേറ്റേറിയയിൽ കാണപ്പെടുന്ന ഒരു തരം ബോഡി പ്ലാനാണ് ബ്ലൈൻഡ് സാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. ഈ കേസിൽ ബോഡി ഒരു സാക്ക് ലൈക്ക് വിത്ത് എ സെൻട്രൽ ഡൈജസ്റ്റീവ് കാവിറ്റി ദാറ്റ് ഓപ്പൺസ് ഔട്ട് ഓൺലി ബൈ മൗത്ത് വഴി മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു സെൻട്രൽ ഡൈജസ്റ്റീവ് കാവിറ്റി ആണ് ഉണ്ടാവുക. ഒരു ബോഡി സാക്ക് ലൈക്ക് ആവും, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, സെൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി മോഡിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് ഇൻ സം ആൻഡ് ഇൻ ടു ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ഇൻ അതേഴ്സ്. സെൽസിൽ ഡിവിഷൻ ഓഫ് ലേബറും നെർവസ് കോർഡിനേഷനും ക്യാരക്ടറിസ്റ്റിക് ആണ് ഇതിൻ്റെ. അപ്പോൾ ബ്ലൈൻഡ് സാക്ക് പ്ലാനിൽ നെർവസ് കോർഡിനേഷനും ഡിവിഷൻ ഓഫ് ലേബറും ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഇതിലതില്ല. സെൽ അഗ്രിഗേറ്റ് പ്ലാനിൽ അങ്ങനത്തെയൊക്കെയാണ് കാണുക. പക്ഷേ ഇതിൽ വരുന്നത് നെർവസ് കോർഡിനേഷനൊക്കെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് കോംപ്ലക്സ് ടൈപ്പ് ഓഫ് അനിമൽ ഓർഗനൈസേഷനാണ്. ഫൗണ്ട് ഇൻ സ്യൂഡോസിലോമേറ്റ്സിലും യൂസിലോമേറ്റ്സിലും കാണപ്പെടുന്നു. ഈ കേസിൽ ഹോൾ ബോഡി ട്യൂബുലാറാണ് വിത്ത് ബോഡി കാവിറ്റി വിത്തിൻ ദ ബോഡി വോൾ. അതുകൊണ്ടാണ് ഇതിനെ ട്യൂബ് വിത്തിൻ എ ട്യൂബ് എന്ന് പറയുന്നത്.
പ്ലേസ്ഡ് വിത്തിൻ ദ ബോഡി ട്യൂബ് ഇസ് ദ ഡൈജസ്റ്റീവ് ട്യൂബ്. ബോഡി ട്യൂബിൻ്റെ ഉള്ളിലുള്ള ട്യൂബ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ട്യൂബാണ്. അത് ഓപ്പൺ ചെയ്യുന്നത് മൗത്തും ആനസും ഉണ്ട്. മൗത്തിലേക്കും ആനസിലേക്കും ഓപ്പോസിറ്റ് എൻഡ്സായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സെൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി മോഡിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്. സെൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രക്ചറലിയും ഫങ്ഷണലിയും പല പല ഫങ്ഷനും അതിന് എന്താ പറയുക മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസായിട്ടും ഓർഗൻസായിട്ടും ഓർഗൻ സിസ്റ്റംസായിട്ടും ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് നെർവസ് കോർഡിനേഷൻ എമംഗ് സെൽസ് ആർ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുക അടുത്ത ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇതിൽ 3 ഗ്രേഡ്സ് ഓർ ലെവൽസ് ഓഫ് അനിമൽ ഓർഗനൈസേഷൻ, നെയിംലി സെല്ലുലാർ ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഗ്രേഡ്സ് ഉണ്ട്. ഓക്കെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ബോഡി ലൂസ് സെൽസ് ആയിട്ട് വിച്ച് ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഓക്കെ, പിന്നെ ദർ മേ ബി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. പല ടൈപ്പുള്ള സെൽസ് ഉണ്ടാവും വിച്ച് ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് കോർഡിനേഷൻ. ഇവർ തമ്മിൽ പക്ഷെ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. മസിൽ സെൽസ് ഉണ്ടാവും, നെർവ് സെൽസ് ഉണ്ടാവും, നെർവസ് കോർഡിനേഷനും ഇങ്ങനത്തെ ഉണ്ടാവുന്ന സെൽസ് ഒന്നും ഇതിൽ കാണപ്പെടുന്നില്ല. മസിൽ സെൽസ്, നെർവ് സെൽസ് ആൻഡ് നെർവസ് കോർഡിനേഷൻ ആർ ആബ്സെൻറ്റ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീസോസോവൻസും പാരാസോവൻസും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീസോസോവൻസിൻ്റെയും പാരാസോവൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കാണ് എന്തെന്നുള്ളത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ബോഡി സെൽസ് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് ഓൺലി. ടിഷ്യൂസ് മാത്രമായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ആബ്സെൻ്റ് ആണ്. ടിഷ്യൂ ഇസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സിമിലർലി മോഡിഫൈഡ് സെൽസ് സ്പെഷ്യലൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ഫങ്ഷൻ. ഈച്ച് ടിഷ്യൂസ്, ഓരോ ടിഷ്യൂസും അതിന് പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. എപ്പിത്തലിയൽ സെൽസ്, മസിൽ സെൽസ്, നെർവ് സെൽസ് ആൻഡ് നെർവസ് കോർഡിനേഷൻ ആർ പ്രസൻറ്റ്. ഇവിടെ ഇതൊക്കെ പ്രസൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ സെല്ലുലാർ ലെവലിൽ ഇതൊക്കെ ആബ്സെൻ്റ് ആണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഗാനിസംസ് നിഡേറിയയും ടിനോഫോറയുമാണ്. ഓക്കെ, ഇൻ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ സെൽസ് ആർ വേരിയസ്ലി മോഡിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം. ഇവിടെ വരുമ്പോൾ എന്തായി, ടിഷ്യൂസ് എങ്ങനെ ഓർഗനൈസ് ചെയ്തു, സെൽസ് എങ്ങനെ ഓർഗനൈസ് ചെയ്തു, ടിഷ്യൂസായിട്ടും ഓർഗൻസായിട്ടും ഓർഗൻ സിസ്റ്റംസായിട്ടും ഈ ലെവലിൽ എന്താ പറയുക മോഡിഫൈ ചെയ്തു. മസിൽ സെൽസും നെർവ് സെൽസും നെർവസ് കോർഡിനേഷനും എല്ലാം പ്രസൻ്റ് ആണ്. ഓർഗൻ ലെവൽ ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് ഫൗണ്ട് ഇൻ എസിലോമേറ്റ്, സ്യൂഡോസിലോമേറ്റ് ആൻഡ് യൂസിലോമേറ്റ് ബൈലാറ്റേറിയൻസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ജേം ലെയേഴ്സാണ് അടുത്ത് വരുന്ന ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നോക്കാം. ജേം ലെയേഴ്സ് അത് എംബ്രിയോണിക് സെൽ ലെയേഴ്സ് അറ്റ് ഗാസ്ട്രുലാർ സ്റ്റേജിൽ കാണപ്പെടുന്ന എംബ്രിയോണിക് സെൽ ലെയേഴ്സാണ് ജേം ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസ്ഡ് ഓൺ ദം മ്യൂമറ്റോസോവൻസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിപ്ലോബ്ലാസ്റ്റിക്കയും ട്രിപ്ലോബ്ലാസ്റ്റിക്കയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്ലോബ്ലാസ്റ്റിക്കയിൽ 2 ജേം സെൽസ്, ഒന്ന് എക്ടോഡേമും രണ്ടാമത്തത് ഇന്നർ എൻഡോഡേമും കാണപ്പെടുന്നു. ഇവരുടെ ഇടയിൽ between these two is a non-cellular jelly-like substance called mesoglea. Mesoglea തിന്നാവാം. തിന്നായി കാണപ്പെടുന്ന ഓർഗാനിസംസ് ഹൈഡ്രയും ഒബീലിയുമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ടഫ് അല്ലെങ്കിൽ ഫൈബ്രസ് ആവാം. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ജെല്ലി ഫിഷസ് അല്ലെങ്കിൽ സീ ആനിമോൺസ് ആണ്. ഇറ്റ് ഓഫൺ കണ്ടെയ്ൻ സെൽസ് ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം ആൻഡ് മിഡിൽ മീസോഡേം. ഓക്കെ, ഈ മീസോഡേം എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം ദ സെൽസ് വിച്ച് മൂവ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം. ഡിപ്ലോബ്ലാസ്റ്റിക്ക കംപ്രൈസസ് റേഡിയേറ്റ ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്ക കംപ്രൈസസ് ബൈലാറ്റേറിയ. ഓക്കെ, ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക്കയിൽ എക്ടോഡേം ഫോംസ് എപ്പിഡെമിസ് ഓഫ് ദ ബോഡി വോൾ. എക്ടോഡേം ബോഡി വോളിൻ്റെ എപ്പിഡെമിസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ എപ്പിഡെമിസ് ആയിട്ട് ബോഡി വോളിൻ്റെ മാത്രമല്ല ഫോർഗട്ടിൻ്റെയും ഹിൻഡ്ഗട്ടിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ തന്നെ സെൻസ് ഓർഗൻസിൻ്റെയും. മീസോഡേം ഗീവ്സ് റൈസ് ടു ദ ഡെർമിസ് ഓഫ് ദ സ്കിൻ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽസ്, എൻഡോസ്കെൽറ്റൻ, സർക്കുലേറ്ററി, എക്സ്ക്രീറ്ററി ആൻഡ് ജെനിറ്റൽ ഓർഗൻസ് എക്സെട്ര. എൻഡോഡേം ഫോംസ് എ മിഡ്ഗട്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, ലങ്സ്, യൂറിനറി ബ്ലാഡർ എക്സെട്ര. ഇനി അടുത്ത ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള സിമ്മട്രീനെ കുറിച്ചിട്ട് പറയാം. Symmetry എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി പാർട്സ് ആർ അറേഞ്ച്ഡ് ഇൻ റിലേഷൻ ടു ആൻ ആക്സിസ് ഓർ പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ബോഡി ഗെറ്റ്സ് ഡെഫിനറ്റ് ഫോം ആൻഡ് ഷേപ്പ് ആൻഡ് ദ 2 halves of the body on the sides of the axis are
exactly corresponding. So symmetrical arrangement of parts. Two halves of the body in relation to a particular axis are extremely similar to identical to each other. മൂന്ന് ടൈപ്പ് സിമ്മട്രീസ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. റേഡിയൽ സിമ്മട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമ്മട്രി ഉണ്ട്, അതേപോലെ തന്നെ ബൈറേഡിയൽ സിമ്മട്രി ഉണ്ട്. റേഡിയൽ സിമ്മട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി പാർട്സ് ആർ അറേഞ്ച്ഡ് അറൗണ്ട് എ സെൻട്രൽ ക്യാവിറ്റി. ഒരു സെൻട്രൽ ക്യാവിറ്റിയുടെ ചുറ്റും ബോഡി പാർട്സ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് എ സെക്ഷൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ബോഡി അലോങ് എനി ആക്സസ്, ഏത് ആക്സസിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈൻ, ഒരു സെക്ഷന് അതിനെന്താക്കി തിരിക്കാൻ പറ്റും? വിൽ ഗീവ് ടു സിമിലർ ഹൗസ്. ബൈലാറ്ററൽ സിമ്മട്രി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച്, ഇനി ബൈലാറ്ററൽ സിമ്മട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി പാർട്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ്, ബോഡി പാർട്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു സെക്ഷൻ പാസ് ചെയ്യുന്നു ഓൺലി ത്രൂ ഏതിൽ കൂടെ മാത്രം? മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു സെക്ഷന് ആ ഓർഗാൻസത്തെ രണ്ട് സിമിലർ ഹാഫ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. ബൈറേഡിയൽ സിമ്മട്രി, ബൈറേഡിയൽ അല്ലെങ്കിൽ റേഡിയോ ബൈലാറ്ററൽ സിമ്മട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ്റർമീഡിയറ്റ്, റേഡിയലിനും ബൈലാറ്ററിയലിനും രണ്ടിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ബൈറേഡിയൽ എന്ന് പറയുന്നത്. റേഡിയൽ ആൻഡ് ബൈലാറ്ററൽ സിമ്മട്രീസ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോഡി ഡിവിസിബിൾ ഇൻ ടു ടു സിമിലർ ഹൗസ്, രണ്ട് സിമിലർ ഹൗസ് ആയിട്ട് തന്നെ തിരിയുന്നു. അലോങ് ടു പ്ലെയിൻസ്, രണ്ട് പ്ലെയിനിലൂടെ അത് തിരിയുന്നു, രണ്ട് ഹൗസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ രണ്ട് പ്ലെയിൻ ഉണ്ട്? നെയിംലി ടെൻറ്റാക്കുലർ പ്ലെയിനും ഫാരിഞ്ചിയൽ പ്ലെയിനും, വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഇവ രണ്ടും റൈറ്റ് ആംഗിൾസിലായിട്ടാണ് ഇരിക്കുന്നത്. റേഡിയൽ സിമ്മട്രി നിഡേറിയയിലാണ്, നിഡേറിയ, സം സ്പോഞ്ചസ് ആൻഡ് ടെക്കിനോഡംസിലാണ് കാണപ്പെടുന്നത്. ബൈറേഡിയൽ സിമ്മട്രി ടിനോഫോറയിലും അതേപോലെ തന്നെ ഇതിലൊക്കെയാണ് കാണപ്പെടുന്നത്. ബൈറേഡിയൽ സിമ്മട്രി കാണുന്നത്. ബൈലാറ്ററൽ സിമ്മട്രി കാണപ്പെടുന്നത് യുമെറ്റോസോയൻസിലാണ്. ബൈലാറ്ററൽ സിമ്മട്രിയിൽ ബോഡി ഹാസ് വെൽ ഡെഫിനറ്റ് ആൻറ്റീരിയറും പോസ്റ്റീരിയർ എൻസും ഉണ്ടായിരിക്കുന്നത്. ആൻറ്റീരിയർ എൻസും ഡോർസലും വെൻട്രൽ സർഫസസും ഒക്കെ ഉണ്ടാവുന്നതാണ്. സച്ച് ഡിഫറൻസിയേഷൻസ് ആർ ആബ്സെൻറ്റ് ഇൻ പക്ഷേ റേഡിയലിലും ബൈറേഡിയൽ സിമ്മട്രീസിലും ഇതൊന്നും ഉണ്ടാവുന്നതല്ല. പിന്നെ റേഡിയൽ സിമ്മട്രി അഡാപ്റ്റേഷൻ ഫോർ എ സൊസൈൽ ലൈഫായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇറ്റ് വുഡ് എനാബിൾ ദ എനിമൽ ടു റിസീവ് സ്റ്റിമുലൈ ഈക്വലി, എല്ലായിടത്തുനിന്നും, ഫോർ ഓൾ ഡയറക്ഷൻസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, എല്ലാ എൻവയോൺമെൻറ്റിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും സ്റ്റിമുലൈ വാങ്ങാൻ എന്തിനു സാധിക്കും? റേഡിയൽ സിമ്മട്രി ഉള്ളതിന് സാധിക്കും. അടുത്ത ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആക്സിയേറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ബയലാറ്ററൽ സിമ്മട്രിക്കൽ എനിമൽസ് എന്ന് പറയുന്നത് ദേ ആർ ഓർഗനൈസ്ഡ് ഇൻ റിലേഷൻ ടു 3 ഡെഫിനറ്റ് ആക്സിസ്, 3 ആക്സിസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്, പിന്നെ ഡോർസൽ വെൻട്രൽ അഥവാ വെർട്ടിക്കൽ ആക്സിസ്, അതേപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഹൊറിസോണ്ടൽ ലാറ്ററൽ ആക്സിസ്. ഇതിന് പറയുന്ന പേരാണ് ആക്സിയേറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്രോട്ടോസോംസിലെ ആക്സിയേറ്റ് ഓർഗനൈസേഷൻ ഇസ് കൺസിഡർഡ് ടു ബി ഡയമെട്രിക്കലി റിവേഴ്സ്ഡ് ഇൻ ഡ്യൂട്രോസ്റ്റോംസ്. ആക്സിയേറ്റ് ഓർഗനൈസേഷൻ ഓഫ് പ്രോട്ടോസോംസ് ഇസ് കൺസിഡർഡ് ടു ബി ഡയമെട്രിക്കലി റിവേഴ്സ്ഡ് ഇൻ ഡ്യൂട്രോസ്റ്റോംസ്. റിസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോപോർ ബിക്കംസ് ദ മൗത്ത് ഇൻ പ്രോട്ടോസോംസ് ആണ്, ആൻഡ് ഇറ്റ് ബിക്കംസ് ആനസ് ഇൻ ഡ്യൂട്രോസ്റ്റോംസ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റോപോർ ആൻഡ് ബിക്കംസ് ദ ഹെഡ് റീജിയൻ ഇൻ പ്രോട്ടോസ്റ്റോംസ് ആൻഡ് ദ ടെയിൽ റീജിയൻ ഇൻ ഡ്യൂട്രോസ്റ്റോംസ്. ദാറ്റ്സ് ഹെഡ് ടു ടെയിൽ ആക്സിസ് ഓഫ് പ്രോട്ടോസ്റ്റോംസ് ഇസ് ഡയമെട്രിക്കലി റിവേഴ്സ്ഡ് ഇൻ ഡ്യൂട്രോസ്റ്റോംസ്. ഓക്കെ, അടുത്ത ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സെഫലൈസേഷൻ ആണ്. It is a formation of distinct head region by the fusion of some anterior body segments. അടുത്ത ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മെറ്റാമെറിസം ഓർ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ ആണ്. അതെന്ന് പറയുമ്പോൾ ഇസ് എ ലീനിയർ ഡിവിഷൻ ഓഫ് ദ ബോഡി ഇൻ ടു എ സീരീസ് ഓഫ് ഐഡിയലി കറസ്പോണ്ടിങ് കമ്പാർട്ട്മെൻറ്റ്സ് അലോങ് ദ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. സച്ച് റിപ്പീറ്റിംഗ് കമ്പാർട്ട്മെൻറ്റ്സ് ആർ കോൾഡ് സെഗ്മെൻറ്റ്സ്. ഇതിന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റാമേഴ്സ്. മെറ്റാമെറിസം എന്ന് പറയുന്നത് ഇവഞ്ച്വലി ഓഫ് ദ appearance of മീസോഡോമിൻ്റെ ഇവഞ്ച്വൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്, ആൻഡ് ഇസ് therefore an evolutionary advancement. So therefore metamerically segmented animals are all triploblastic. However, all triploblastic animals, പക്ഷേ എല്ലാ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള animalsഉം metamerically segmented ആവണം എന്നില്ല.
പിന്നെ മിസോഡെർമൽ മെറ്റാമറിസം ഫൗണ്ട് ഇൻ ടേപ്പ് വർംസ്. ഈ തരത്തിലുള്ളത് കാണപ്പെടുന്നത് ടേപ്പ് വർംസിലും അനലിഡ്സിലും ആർത്രോപോഡ്സിലും കോഡേറ്റ്സിലും അതേപോലെ തന്നെ ചില മൊളുസ്കുകളിലുമാണ്. ട്രൂ മെറ്റാമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് ബൈ പെയർഡ് മിസോഡെർമൽ സൊമാറ്റ്സിൻ്റെ എംബ്രിയോ ആൻഡ് ബൈ മസിൽസ്, നെർവസ് സിസ്റ്റം എക്സെട്ര. അഡൽട്ടിലെ സെഗ്മെൻറ്റേഷൻ ബിലീവ് ടു ബി ഹാവ് evolved independently in different taxonomic groups, so it has no phylogenetic relation. അടുത്ത ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സീലോമിക് ബോഡി ക്യാവിറ്റിയാണ്. എന്ന് പറയുമ്പോൾ 2 മെക്കാനിസം ഓഫ് സീലം ഫോർമേഷൻ ഉണ്ട് എംബ്രിയോയിൽ. സ്കൈസോസീലിയം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൈസോസീലിയും എൻഡ്രോസീലിയുമാണ്. ആദ്യത്തേൽ പ്രോട്ടോസോംസിലും രണ്ടാമത്തെ പറഞ്ഞത് ഡ്യൂട്രോസ്റ്റോംസിലാണ് കാണപ്പെടുന്നത്. സ്കൈസോസീലിയയിൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ 2 സോളിഡ് മിസോഡെർമൽ ബാൻഡ്സ് ഫോം ചെയ്യും. രണ്ടും എന്താ പറയുക ഓൺ എയ്തർ സൈഡ് ഓഫ് ആർക്കെൻട്രോൺ. അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ പെയ്റ്റ് മീസോഡം. ദെൻ സ്പ്ലിറ്റ് അപ്പിയേഴ്സ്, അതിനുശേഷം ഒരു സ്പ്ലിറ്റ് അപ്പിയർ ചെയ്യും ഈ 2 ബാൻഡിലും. എന്നിട്ട് എൻലാർജ് ചെയ്യും, ഗ്രാഡ്വലി into coelomic cavity. അവസാനം the coelomic cavity gets filled with coelomic fluid and lined by the coelomic epithelium. എൻഡ്രോസീലിയയിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ സീലം ഇസ് ഫോം ഫ്രം ആർക്കെൻട്രോണിൽ നിന്നാണ് സീലം ഫോം ചെയ്യുന്നത്. എങ്ങനെ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർക്കെൻട്രോൺ ഇവാജിനേഷൻ ഇൻ ടു ദി ബ്ലാസ്റ്റോസിൽ അണ്ടർഗോ ചെയ്യും. എന്നിട്ട് ലാറ്ററൽ പൗച്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ഡ്യൂ കോഴ്സ് ഈ പൗച്ചസ് എന്ത് ചെയ്യും? ഗെറ്റ് പിഞ്ച്ഡ് ഓഫ്, അവരതിൽ നിന്ന് പുറത്തു വരും, പിഞ്ച് ഓഫ് ചെയ്യും ഫ്രം ദ ആർക്കെൻട്രോൺ ആൻഡ് ഫ്രം ഇൻഡിപെൻഡൻറ്റ് സീലോമിക് കമ്പാർട്ട്മെൻറ്റ്സ്. ഫൈനലി അവസാനം ദീസ് കമ്പാർട്ട്മെൻറ്റ്സ് ഫ്യൂസ് ടുഗദർ ആൻഡ് ഫോം എ സ്പേഷ്യസ് പെർവിസറൽ സീലം. ഈ സീലംസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അവർ ക്ലിയർ സെപ്പറേഷൻ ബിറ്റ്വീൻ മസിൽസ് ഓഫ് ദ ബോഡി വാൾ ആൻഡ് ദോസ് ഓഫ് ദ ഗട്ട് വാൾ പെർമിറ്റ് ചെയ്യും. പിന്നെ ഇറ്റ് മേക്സ് ദ ഗട്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ലോക്കോമോട്ടർ മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ദ ബോഡി വാൾ ആൻഡ് അലൗസ് ദ പാസേജ് ഓഫ് ഫുഡ് അലോങ് ദ ഡൈജസ്റ്റീവ് ട്യൂബ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ്. പിന്നെ സീലോമിക് ഫ്ലൂയിഡ് സെർവ്സ് ആസ് എ ഹൈഡ്രോസ്റ്റാറ്റിക് skeleton ആൻഡ് സപ്പോർട്ട്സ് ദ ബോഡി ആൻഡ് മേക്സ് ഇറ്റ് ഫ്ലെക്സിബിൾ. ചില കേസിൽ സീലോമിക് ഫ്ലൂയിഡ് ഫുഡും ഓക്സിജനും വേസ്റ്റസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെ സീലോമിക് ഫ്ലൂയിഡ് ബാത്ത് സെൽസ് ആൻഡ് ദെർബൈ എനാബിൾസ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ദ സെൽസ്. പിന്നെ സീലം സെർവ്സ് ആസ് എ സ്പേസ് ഇൻ വിച്ച് മെനി ഇൻറ്റേർണൽ ഓർഗൻസ് ഡെവലപ്പ് ആൻഡ് ഫങ്ഷൻ. Pumping action of heart would not be possible in the absence of the coelomic space. ഡിസ്ട്രിബ്യൂഷനും ലൈഫ് സ്റ്റൈൽസ് ഓഫ് എനിമൽസും പറയുകയാണെങ്കിൽ എനിമൽസ് ആർ കോൺക്വേർഡ് ആൻഡ് കോളനൈസ്ഡ് ഓൾ ഇക്കോളജിക്കൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് സോ ദേ എൻജോയ് എക്സ്റ്റെൻസീവ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ 3 മേജർ സോൺസ് ഓഫ് ദ ബയോസ്ഫിയർ. ഏതൊക്കെയാണ്? ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറിലും. ഇതിലെല്ലായിടത്തും എന്താ പറയുക ജീവജാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. വാട്ടറിൽ ജീവിക്കുന്ന എനിമൽസ് എക്വാറ്റിക്കും അതേപോലെ തന്നെ ടെറസ്ട്രിയൽ, ലാൻഡിൽ കാണപ്പെടുന്നത് ടെറസ്ട്രിയലും, ട്രീസിലും ലിവിങ് ഓൺ ട്രീസിൽ കാണപ്പെടുന്നത് അർബോറിയലും, ഫ്ലൈയിങ് ആയിട്ടുള്ളത് ഏരിയൽ ഓർ വോളൻ്റ് എനിമൽസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ എക്വാറ്റിക് എനിമൽസ് 2 തരത്തിലുണ്ട്, മെറൈനും ഫ്രഷ് വാട്ടറും. മെറൈൻ എന്ന് പറയുന്നത് സാൾട്ട് വാട്ടർ ബോഡീസിലും, ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് എന്താ പറയുക ഇൻഹാബിറ്റ് ഫ്രഷ് വാട്ടറാണ്. ഇൻഹാബിറ്റിംഗ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ ബോഡീസിലും പോണ്ട്, ലേക്സ് അതുപോലുള്ള സ്ഥലത്ത് കാണുന്നതാണ് ലെൻറ്റിക് എനിമൽസ്. അതുപോലെ തന്നെ റണ്ണിങ് വാട്ടേഴ്സിലുള്ളതാണ് ലോട്ടിക് എനിമൽസ്. എക്വാറ്റിക് എനിമൽസ് ലിവിങ് ഓൺ ഫ്ലോർ ഓഫ് ഓഷ്യൻസ്, ലേക്സ് ആൻഡ് അതേഴ്സ് ഡീപ്പ് വാട്ടർ ബോഡീസ് ആർ കോൾഡ് ബെന്തിക് ഓർ ബെന്തോസ്. അതുപോലെ തന്നെ വാട്ടർ കോളം അബവ് ദ ഫ്ലോറിൽ കാണപ്പെടുന്നതാണ് പെലാജിക് എനിമൽസ് ഓർ പെലാഗോസ്. പെലാജിക് എനിമൽസ് 2 തരമുണ്ട്, പ്ലാങ്ക്ടോണിക് ഉണ്ട്, നെക്ടോണിക് ഉണ്ട്. പ്ലാങ്ക്ടോൺസ് എന്ന് പറയുന്നത് പാസീവ്ലി ഫ്ലോട്ടിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഫോംസ് ലിവിങ് ഓൺ ദ ടൈഡൽ സർഫസ്. നെക്ടോൺസ് പറയുന്നത് ആക്റ്റീവ്ലി സ്വിമ്മിംഗ് forms living below the tidal surface. Some large planktonic animals are adapted to float on water surface. The water surface is association with a floating film of water. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂസ്റ്റോൺസ്. പിന്നെ ന്യൂസ്റ്റോൺസ് 2 തരമുണ്ട്, ഹൈപ്പോന്യൂസ്റ്റോൺസ് ഉണ്ട്, എപ്പിന്യൂസ്റ്റോൺസും ഒക്കെ ഉണ്ട്. ഹൈപ്പോന്യൂട്ടോൺസ് സൈഡ് ഓഫ് ദ വാട്ടർ ഫിലിമിൻ്റെ അണ്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്, അണ്ടർ സൈഡ് ഓഫ് ദ വാട്ടർ ഫിലിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എപ്പിനോസ്റ്റോൺസ് ഇൻഹാബിറ്റ് ദ അപ്പർ സൈഡ് ഓഫ് ദ വാട്ടർ ഫിലിം. പിന്നെ ടെറസ്ട്രിയൽ എനിമൽസിനെ കുറിച്ചാണ് 2 തരമുണ്ട്, ഇൻസുലാർ ഫോണായും കോണ്ടിനെൻ്റൽ ഫോണായും. ആദ്യത്തേത് ഐസൊലേറ്റഡ് ഐലാൻഡ്സ് ആണ് ഇൻഹാബിറ്റ്സ്, അതേപോലെ തന്നെ ലാറ്ററൽ ഇൻഹാബിറ്റ്സ് ആണ് മെയിൻ കോണ്ടിനെൻറ്റ്സ്.
Animals inhabiting high altitude mountains constitute the alpine fauna or montane fauna. പിന്നെ പറയുന്നത് specialized for fast running are called cursorial animals. Those specialized for jumping are called saltatory animals, and those specialized for climbing are called scansorial animals. Okay. അപ്പോൾ നമ്മൾ സെക്ഷൻ സി കിങ്ഡം അനിമാലിയ എന്ന ചെറിയൊരു ഭാഗം ഇവിടെ കഴിയാണ്. ഇനി കിങ്ഡം അനിമാലിയയുടെ ഡിവിഷൻസ് ആണ് അടുത്ത മൊഡ്യൂളായിട്ട് വരുന്നത്. അതിൻ്റെ സബ് മൊഡ്യൂൾസായിട്ട് ബാക്കി എല്ലാവരും വരുന്നത്. നമുക്ക് മൊഡ്യൂൾ 5ഉം 6ഉം ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ. സോ നെക്സ്റ്റ് വേഴ്സിൽ സബ് കിങ്ഡം മീസോസോവ എന്ന 5th മൊഡ്യൂളിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് വേഴ്സിൽ ഉടൻ തന്നെ നമുക്ക് കാണാം. ഓക്കെ.